2009 മുതൽ തുടരെ 4 തെരഞ്ഞെടുപ്പുകൾ ജയിപ്പിച്ച കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയല്ല, പകരം ശശി തരൂരിനെയാണ് ഹൈപ്പ് ചെയ്യുന്നത്. BJP 2014-ലും 2024-ലും വലിയ തോതിൽ മുന്നേറിയപ്പോൾ ശശി തരൂരിനെ പിടിച്ചു കയറ്റിയത് തീരദേശത്തെ വോട്ടർമാരാണ്. അവർ നെഞ്ചുകൊടുത്ത് വിജയിപ്പിച്ചതാണ് തരൂരിനെ. 24,000-ലധികം വോട്ടിൻ്റെ ലീഡ് ഒരു ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ നേടിയെടുത്തു നിന്നും 16,077 വോട്ടിൻ്റെ ലീഡിലേക്ക് ശശി തരൂരിനെ എത്തിച്ചത് കോവളം, നെയ്യാറ്റിൻകര, പാറശാല എന്നിവിടങ്ങളിലെ കോൺഗ്രസിൻ്റെ അതിശക്തമായ പ്രകടനം കൊണ്ട് തന്നെയാണ്. ഒന്ന് നോക്കുക, നേമത്തും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലുമൊക്കെ BJPയുടെ ലീഡ് 10,000-ലേറെ കുതിച്ചുയരുന്ന കാഴ്ച. അവിടെ നേമത്ത് 22,000 വോട്ടുകളുടെ ലീഡും കഴക്കൂട്ടത്ത് 11,000 വോട്ടിൻ്റെ ലീഡും വട്ടിയൂർക്കാവിൽ 8,000 വോട്ടുകളുടെ ലീഡും നേടിയെടുക്കുമ്പോഴും BJPക്ക് അറിയാം, തീരദേശ മേഖല കൈവിട്ടാൽ എല്ലാം പൊളിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് ആവേശമില്ലായിരുന്നു ഇത്തവണ. 2014-ൽ O രാജഗോപാൽ ഒരു ഘട്ടത്തിൽ 18,000 വോട്ടിൻ്റെ ലീഡ് വരെ എത്തിയപ്പോൾ താമര വലിയ തോതിൽ തിരുവനന്തപുരത്തെ തെരുവോരങ്ങളിൽ വലിയ തോതിൽ ബൈക്കിലും മറ്റ് 2 വീലറുകളിലും ഒക്കെ കുട്ടി പോലെ പറന്ന് നടക്കുന്ന ആ സമയം അവരതോർക്കുന്നു. വിതരണം ചെയ്യാൻ മധുരപലഹാരങ്ങൾ വെച്ചിട്ടും ഒടുവിൽ ശശി തരൂർ 15,000 വോട്ടുകൾക്ക് ലീഡ് പിടിച്ചുകൊണ്ട് ജയിച്ച അജയനായ ആ കഥ, അത് വാസ്തവത്തിൽ കോൺഗ്രസ്സുകാരുടെ അഹോരാത്രം പരിശ്രമമാണ്. ശശി തരൂർ എന്ന വ്യക്തിയുടെ മാത്രം ഇമേജ് കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. AK ബാലൻ ഇപ്പോൾ തരൂറിനെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, BJPയെ ജയിപ്പിക്കാൻ വേണ്ടി CPI മത്സരിക്കുന്ന ഇടങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ പതിവായി വോട്ട് മറിച്ചു കൊടുക്കുന്ന ശൈലി തുടങ്ങിയത് തന്നെ 2014-ൻ്റെ തുടക്കത്തിലാണ്. 2014 മുതൽ ഇങ്ങോട്ട് CPI മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും, അതായത് 4 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് CPI മത്സരിക്കുന്നത്. തിരുവനന്തപുരം, മാവേലിക്കര, തൃശ്ശൂർ, വയനാട്, ഇത് 4മാണ് CPIക്ക് പരമ്പരാഗതമായി കൊടുത്തു വന്നിരുന്ന ലോക്സഭാ സീറ്റുകൾ. ഈ 4 ലോക്സഭാ സീറ്റിലും CPIക്ക് ക്രമേണ വോട്ട് കുറയുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ എല്ലാം BJPയുടെ വോട്ട് കുത്തനെ കൂടുന്നതും ശരിവെക്കുന്ന രീതിയാണ്. തൃശ്ശൂരിൽ ഇത്തവണ BJP ജയിച്ചു. അവിടെ CPI വോട്ട് കുറഞ്ഞെങ്കിലും കോൺഗ്രസിൻ്റെ വോട്ട് കുറച്ചൊക്കെ CPI നേടിയെടുത്തത് കൊണ്ടാണ് CPI അവിടെ 2ാം സ്ഥാനത്ത് എത്തിയത്. മാത്രമല്ല, കൃത്യമായി BJP വോട്ട് കൂടുകയും CPI വോട്ട് കുറയുകയും ചെയ്ത മറ്റൊരു മണ്ഡലം വയനാട് തന്നെയാണ്. സാക്ഷാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മിന്നുന്ന ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോഴും BJPയുടെ വോട്ട് ക്രമാതീതമായി കൂടുന്നു എന്നുള്ളത് പകലുപോലെ സത്യമാണ്. മാവേലിക്കരയിലും അതുതന്നെയാണ് സംഭവിച്ചത്. അവിടെയും വലിയ തോതിൽ പ്രശ്നസങ്കീർണമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. യഥാർത്ഥത്തിൽ ഈ ഡീലാണ് കോൺഗ്രസ്സുകാർ തുടക്കം മുതലേ പറഞ്ഞത്. ഈ ഡീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. തരൂറിൻ്റെ മാത്രം വിഷയമല്ല അവിടെ ആവർത്തിച്ച് പറഞ്ഞു. തരൂറിൻ്റെ സ്തുതിപാഠകനായി ബാലൻ ഉയരുന്നത് എന്തിനെന്നും CPM ഉയരുന്നത് എന്തിനെന്നും മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയും. കാരണം ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ ഉയർത്തിപ്പിടിച്ച് നടന്നവരാണ് 2009-ലെ CPMകാർ. അവർ എന്തിനാണത് പൊക്കിപ്പിടിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. സരിനെ പോലുള്ളവർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച CPMലേക്കും ഇടതുപക്ഷത്തേക്ക് അല്പനേരത്തെ വരുമ്പോൾ ഉണ്ടാകുന്ന ആവേശം, അതുമാത്രമാണ് തരൂറിൻ്റെ വിഷയത്തിലും CPIMന് ഉള്ളത്.